അല്ല, ഇതിനകത്ത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കഴിഞ്ഞ കുറേ ദിവസമായി മാധ്യമങ്ങളും ഈ നാട്ടിലെ ജനങ്ങളും ഉൾപ്പെടെ നിരവധിയായ ചോദ്യങ്ങളാണ് അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്തു വന്നിട്ടുള്ള ശബ്ദ സന്ദേശങ്ങൾ തന്റേതല്ല എന്ന് തള്ളി പറയുവാനായിട്ട് അദ്ദേഹം തയ്യാറായിട്ടില്ല. പുറത്തു വന്നിട്ടുള്ള മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകളോ മറ്റു വിവരങ്ങളോ തന്റേതല്ല എന്ന് അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല. തുടർച്ചയായി ഇവിടുത്തെ മാധ്യമങ്ങളും ജനങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ഇതുപോലൊരു വിഷയം ഉയർന്നു വരുന്ന സമയത്ത് അതിൽ അദ്ദേഹം നിരപരാധിയാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ ശബ്ദ സന്ദേശങ്ങളും ഈ മെസ്സേജ് സ്ക്രീൻഷോട്ടുകളും പ്രചരിപ്പിച്ചവർക്കെതിരെ അദ്ദേഹം നിയമ നടപടിയുമായി മുന്നോട്ട് പോയില്ല? അപ്പൊ അതിനർത്ഥം അദ്ദേഹം തന്നെ ഇത്തരത്തിൽ ഒരു ലൈംഗിക വിവാദത്തിനകത്ത് ഏർപ്പെട്ടിട്ടുണ്ട് എന്നത് സത്യമാണ്. അത് കോൺഗ്രസ് പാർട്ടിക്ക് ബോധ്യമായതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. അപ്പൊ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാത്രം പുറത്താക്കുകയും പാലക്കാട് MLA ആയിട്ട് തുടരുക എന്ന് പറയുന്നതിലെ ഒരു നീതികേടുണ്ട്. അദ്ദേഹം കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കാൻ യോഗ്യനല്ലാത്തത് കൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് പ്രവർത്തിക്കാൻ യോഗ്യരല്ലാത്ത ഒരാളെ പാലക്കാട്ടുകാർ എന്തിനു ചുമക്കണം എന്ന ചോദ്യത്തിന് മറുപടി പറയുവാൻ കോൺഗ്രസോ രാഹുൽ മാങ്കൂട്ടത്തിലോ തയ്യാറായിട്ടില്ല. പിന്നെ ഇത്തരത്തിൽ നിരവധിയായ വിഷയങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് അതിനൊന്നും മറുപടി നൽകാതെ ശബരിമല ക്ഷേത്ര ദർശനം നടക്കുന്നു, അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് ഒരു പാലക്കാടുകാരോടുള്ള ഒരു വഞ്ചനയാണ്. പാലക്കാട് മണ്ഡലത്തെ ഒരു അനാഥമാക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. പാലക്കാടിന്റെ MLA ആയിരുന്ന ഷാഫി പറമ്പലിനെ വടകരയിൽ മത്സരിപ്പിച്ചു. 6 മാസം പാലക്കാട് മണ്ഡലത്തിനകത്ത് പാലക്കാടിന്റെ കാര്യങ്ങൾ പറയുന്നതിന്റെ MLA ഇല്ലായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ 1 മാസമായി പാലക്കാടിന്റെ MLA ഈ വിഷയത്തിൽ യാതൊരുവിധ മറുപടിയും കഴിഞ്ഞ 20-ാം തീയതി മുതൽ വന്ന് ഇന്ന് തീയതി 18-ാം തീയതിയായി. അപ്പൊ ഈ കഴിഞ്ഞ 1 മാസമായിട്ട് ഈ വിഷയത്തിൽ യാതൊരുവിധ മറുപടിയും നൽകാതെ ഒളിച്ചു കളിക്കുന്ന ഒരു സമീപനമാണ്. ഇതുപോലുള്ള ഒരു സ്ത്രീവിരുദ്ധനെ പാലക്കാട്ടുകാര് സഹിക്കില്ല. പാലക്കാടൻ ജനതയോടൊപ്പം ചേർന്നുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നുണ്ടാവും. തീർച്ചയായും. അത് മാത്രമല്ല, ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്താനിരിക്കുകയാണ്. പമ്പയിൽ വലിയ തരത്തിലുള്ള അതിൻ്റെ പുരോഗമനം, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുകയാണ്. അതിനിടയിൽ തന്നെയാണ് രാഹുലിൻ്റെ ഒരു ശബരിമല ദർശനം. കുറേയധികം വിവാദങ്ങളും അതിനിടയിൽ കുറച്ച് പൊടിമരുന്നുകൾ ചേർക്കുന്ന രാഹുലിൻ്റെ സ്ഥിരം പ്രയോഗവും നമ്മൾ പലപ്പോഴും പല വിഷയങ്ങളിലും കണ്ടിട്ടുണ്ട്. ഇത്രയധികം ആരോപണങ്ങളും ലൈംഗിക ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ നിലനിൽക്കുമ്പോഴും തനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചവർ കേസിന് പോകാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞതാണ് രാഹുലിന് ഒരു ആത്മവിശ്വാസം നൽകുന്നത്. അതോടുകൂടി തന്നെ വീണ്ടും സജീവമാവുകയാണ്. തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ തന്നെയാണ് പാലക്കാടേക്ക് വീണ്ടും സജീവമാകാൻ പോകുന്നത്. എങ്ങനെ സ്വീകരിക്കും ഈ MLA? പരാതി വിഷയത്തിൽ നൽകിയോ ഇല്ലേ എന്നതല്ല വിഷയം. അപ്പൊ ഇതേ ആള് തന്നെ വർഷങ്ങൾക്ക് മുൻപ് ചോദിച്ചിട്ടുണ്ട്, സൗമ്യയുടെ പരാതിയിലാണോ ഗോവിന്ദസ്വാമിക്കെതിരെ കേസെടുത്തത് എന്നത്. ഈ സംഭവം നടന്നു എന്നത് സത്യമാണോ അല്ലയോ എന്നതാണ് വിഷയം. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ഇദ്ദേഹത്തിനെതിരെ പുറത്തു വന്നിട്ടുള്ള ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമുണ്ട്. പുറത്തു വന്നിട്ടുള്ള ശബ്ദ സന്ദേശം അദ്ദേഹത്തിൻ്റെതാണോ? ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നില്ല. ആ ചോദ്യം അതിനകത്ത് ആ ശബ്ദ സന്ദേശം എന്ന് പറയുന്നത് വളരെ വ്യക്തമായി തന്നെ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതിലോട്ട് ഞാൻ കിടക്കുന്നില്ല. കാരണം കേരളം മുഴുവൻ നിരന്തരമായി അത് കേട്ട് മനുഷ്യ മനസാക്ഷി മരവിച്ചതാണ് ആ ശബ്ദ സന്ദേശങ്ങളിലേക്ക് കേട്ടത്. അപ്പൊ അതുകൊണ്ട് അതിനകത്തോട്ട് കൂടുതൽ കിടക്കുന്നില്ല. ആ ശബ്ദ സന്ദേശം അയാളുടേതല്ലെങ്കിൽ എന്തിനാണ് കഴിഞ്ഞ 1 മാസം അദ്ദേഹം മാറി നിന്നത്? എന്തിനാണ് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കിയത്? പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ പറഞ്ഞു, വളരെ ഗൗരവമായ പരാതി ലഭിച്ച് ഒരു പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം ഇവർക്കെല്ലാം കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു ഇദ്ദേഹത്തിനെതിരെ. യാതൊരുവിധ നടപടിയും എടുക്കാതെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടാത്ത ഒരാളെ പാലക്കാട്ടുകാർ സഹിച്ചോളൂ എന്ന സമീപനമാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെട്ടിലായിരിക്കുന്നത് പ്രതിപക്ഷ നേതാവാണെന്ന് തോന്നുന്നു, അല്ലേ? കാരണം കടുത്ത എതിർപ്പ് തള്ളി MLA രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയതുകൂടി തന്നെ കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവ് ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഒരു സാഹചര്യം തന്നെയാണ്. ഷാഫി പറമ്പിലും ഈ ഒരു സ്ഥാനത്ത് വരേണ്ട ഒരാൾ തന്നെയാണ്. കാരണം പലപ്പോഴും രാഹുലിനെതിരായ കാര്യങ്ങളിൽ മൗനം തുടരുന്ന ഒരു ഷാഫിയെ നമ്മൾ കാണുന്നുണ്ട്. ഇതിനൊക്കെതിരെയുള്ളൊരു പ്രതിഷേധം അത് എത്തരത്തിലായിരിക്കും ഇനി BJP പ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങൾ സംഘടിപ്പിക്കാൻ പോകുന്നത്? അല്ല, പാർട്ടിയുടെ സംസ്ഥാന ഘടകം ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെക്കുന്നതുവരെ BJPയുടെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ MLA എന്ന ഔദ്യോഗിക തലത്തിൽ രാഹുൽ പങ്കെടുക്കുന്ന പരിപാടികളിലേക്ക് BJPയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതിഷേധങ്ങൾ പാലക്കാട് ഉണ്ടാവും.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.